ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പൈതൃക ഗുരുവായൂരിന്റെ സപ്താഹ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ ടി എം വാസുദേവൻ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ജസ്റ്റിസ് ഭാസ്കരൻ സാർ, ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഭാഗവത സപ്താഹത്തിന് നേതൃത്വം നൽകുന്ന പൈതൃക ഗുരുവായൂരിന്റെ സമയാസമയങ്ങളിൽ ഉപദേശങ്ങൾ നൽകുന്ന ആരാധനായ സംപൂജ്യ സ്വാമി ഉദിച്ചേരിജി, വേദിയിലിരിക്കുന്ന ഇന്ന് പൈതൃകരത്നം അവാർഡുകൾ വാങ്ങാനെത്തിയിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ സാർ, വിജയകുമാർ സാർ, റഹ്മാൻജി, അധികാരൻജി അടക്കം വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കൾ, പൈതൃക ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗവത സപ്താഹം. പൈതൃക ഗുരുവായൂരിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും കഴിഞ്ഞ 23 വർഷമായിട്ട് എല്ലാ മാസവും കുടുംബ സംഗമവും അതുപോലെ തന്നെ വിവിധ ഗ്രൂപ്പുകളായി ഭാരതീയ സംസ്കാരവും പൈതൃക കലകളുമൊക്കെ ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ പൈതൃക ഗുരുവായൂരിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വിവിധ ഗ്രൂപ്പുകളായും വാട്സപ്പ് ഗ്രൂപ്പുകളായും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായും ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടിയിട്ടുണ്ട്. എല്ലാ മാസവും വിവിധ കുടുംബ സംഗമത്തോടനുബന്ധിച്ച് വിവിധ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട്. അതുപോലെ പൈതൃകത്തിന്റെ ഒരുപാട് പ്രവർത്തനം, പൈതൃക യോഗ പഠന ക്ലാസ്, അതുപോലെ പൈതൃകം ആധ്യാത്മിക പഠനം, പൈതൃക കലാക്ഷേത്രം, പൈതൃകം സൈനിക സേവാ സമിതി, നമ്മുടെ സൈനികരെ ആദരിക്കുന്ന സൈനിക സേവാ സമിതി, പൈതൃകം ഗ്രന്ഥശാല, അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ പൈതൃകത്തിന്റെ എടുത്തെടുത്ത് പറയുന്നതിനുള്ള ഒരു സമയം സ്വാമിക്ക് ഒന്ന് മഹാത്മ്യം പറയേണ്ടതുള്ളത്, വിവിധ പരിപാടികളിലൂടെ നടക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. പൈതൃകത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയുന്നതാണ്. ഇവിടെ പുറത്ത് അതിനുവേണ്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ 7 ദിവസം 28-ാം തീയതി കൂടി നടക്കുന്ന ഭാഗവത സപ്താഹത്തിൽ നമ്മളൊരു ഭാഗവത ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഭാഗവതോത്സവം എന്ന നിലയിൽ എല്ലാ ദിവസവും ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം നാളെ ഈ ഭാരതീയ സംസ്കാരവും പൈതൃക കലകളുമൊക്കെ ജനങ്ങളിലെത്തിക്കുന്ന ആളുകളെ ആദരിക്കുന്ന ചടങ്ങ്. നാളെ അതിൻ്റെ ആചാര്യ സംഗമമാണ്. ഇത്തരം ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആചാര്യന്മാരെ ആദരിക്കുന്ന ചടങ്ങ് നാളെ നടക്കും. അടുത്ത ദിവസം പൈതൃക കലാ സംഗമമാണ്. പൈതൃക കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ ആദരിക്കുന്നു. അടുത്ത ദിവസം മാതൃസംഗമമാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതകളെ, അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിനടുത്ത ദിവസം വിദ്യാർത്ഥി യുവജന സംഗമമാണ്. വിദ്യാർത്ഥികളുടെ വിശ്വസഹസ്രനാമാർച്ചന നടത്തുന്നതിനുള്ള ഒരു അവസരമാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 26-ാം തീയതി ജൈവ കർഷക ആയുർവേദ ഡോക്ടർമാരുടെ സംഗമമാണ്. 27-ാം തീയതി സൈനികരെ ആദരിക്കുന്ന നമ്മുടെ മേജർ രവി വരെ പങ്കെടുക്കുന്ന ദേശാഭിമാന സദസ്സ്. അതുപോലെ ഒരുപാട് കലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട്. ഓരോ ദിവസവും നൃത്യങ്ങളും തിരുവാതിരക്കളിയും അതുപോലെ നരസിംഹാവതാരം അടക്കം ദൃശ്യാവിഷ്കാരങ്ങളെ കാണാവുന്നതാണ്. നരസിംഹാവതാരം, ഭൂതനാമോഷം, കംസവധം, അങ്ങനെ ഓരോ പരിപാടികളും, കൃഷ്ണവിജയ സംഗമം, രുക്മിണി സ്വയംവരം അടക്കം പരിപാടികൾ ഇവിടെ ദൃശ്യമായിട്ട് കാണുന്നതിനുള്ള അവസരം പൈതൃക ഗുരുവായൂർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ പൈതൃകത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഇതിലെ മെമ്പർമാരുടെയും അതുപോലെ ഇന്ന് വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുടെയും ഒക്കെ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ്. അതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നതാണ്. ആ സ്വാഗതം പറയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആദ്യമായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാധനായ നമുക്ക് പ്രിയപ്പെട്ട അമൃത ആശുപത്രിയിലെ പ്രിൻസിപ്പളായിരുന്ന ഗുരുവായൂരിലെ പൊതുപ്രവർത്തകൻ ഡോക്ടർ ടി എം വാസുദേവൻ സാറാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം.
ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ജസ്റ്റിസ് ഭാസ്കരൻ സാറാണ്. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം പറഞ്ഞാൽ വരുന്ന ഒരാളാണ്. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ഓംബുഡ്സ്മാനായിട്ട് വളരെ കൃത്യമായ രീതിയിൽ നീതി നിർവഹണം നയിക്കുകയും സത്യസന്ധനായ വിവേകാന്വിതനായ ഒരു ജഡ്ജി എന്ന നിലയിൽ നമുക്ക് പ്രിയപ്പെട്ട ആരാധനായ ജസ്റ്റിസ് ഭാസ്കരൻ സാറിനെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം സമയാസമയങ്ങളിൽ പൈതൃകത്തിന് വേണ്ടതായ ഉപദേശങ്ങൾ നൽകുന്ന ആരാധനായ പ്രഭാഷകനും അതുപോലെ ഭാഗവതപ്രിയനും ഒക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന നിലയിലൊക്കെ അതാത് സമയങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ഉപദേശങ്ങൾ നൽകുന്ന ആരാധനായ ബഹുമാനനായ സ്വാമി ഉദിച്ചൈതന്യ ജയയോഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി ഇന്ന് യോഗം വിളക്കുകൊളുത്തി ആരംഭിച്ചത് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഗുരുവായൂരക്ഷരം ഊരാളനും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവരാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി യോഗത്തിലേക്ക് പൈതൃക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 18-നാണ് പൈതൃക ദിനം. പൈതൃക ദിനത്തോട്